കാളയെ ദൈവമായി ആരാധിച്ചു വരുന്ന ഒരു ക്ഷേത്രമുണ്ട് തമിഴ്നാട് കമ്പത്ത. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായ തൈപ്പൊങ്കൽ ദിനത്തിലെത്തുന്ന 10,000-കണക്കിന് വിശ്വാസികൾ പഴങ്ങളും മറ്റ് വിഭവങ്ങളും പട്ടത്തുമാടിന് കാണിക്കയായി സമർപ്പിക്കും. നെറ്റിയിൽ വെള്ളിച്ചുട്ടി ധരിച്ച ഉടയാടി അണിഞ്ഞു നിൽക്കുന്ന പട്ടത്തുമാടിന്റെ തലയെടുപ്പ് ഗജവീരന്മാർക്ക് തുല്യമാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രവും ഐതിഹ്യവും പേറുന്ന നന്ദഗോപാലൻ തമ്പിനാൻ മാട്ടുത്താവളം ക്ഷേത്രത്തിൽ കൂർത്ത കൊമ്പുകളുമായി തലയെടുപ്പോടെ നിൽക്കുന്ന പട്ടത്തുമാട് അഥവാ കാളകളുടെ രാജാവ്. മറ്റ് ഉപദേവതകൾ ഉണ്ടെങ്കിലും ഗൗഡർ സമുദായത്തിന്റെ ദൈവവും ആരാധനാമൂർത്തിയുമെല്ലാം മാടുകളുടെ രാജാതിരാജയായ പട്ടത്തുമാടാണ്. ക്ഷേത്രത്തിലെ ഗോശാലയിലുള്ള 537 മാടുകളുടെ അധിപനും ഇവൻ തന്നെ. നെറ്റിയിൽ വെള്ളിച്ചുട്ടി ധരിച്ച ഉടയാടി അണിഞ്ഞു നിൽക്കുന്ന പട്ടത്തുമാടിന്റെ തലയെടുപ്പ് ഗജവീരന്മാർക്ക് തുല്യമാണ്. നൂറ്റാണ്ടുകളായി ഒരേ ഇനത്തിൽപ്പെട്ട പട്ടത്തുമാടിനെയാണ് ക്ഷേത്രത്തിൽ ആരാധിച്ചു വരുന്നത്. ഒരെണ്ണം ചാകുമ്പോൾ 12 ദിവസം ക്ഷേത്രം അടച്ചിടും. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം അതിന്റെ കുഞ്ഞുങ്ങളെ മാത്രം ഗോശാലയിൽ നിന്ന് ക്ഷേത്ര വളപ്പിലെത്തിക്കും. തുടർന്ന് 2 ഇടങ്ങളിലായി പാലും കരിമ്പും ഒരുക്കി വച്ച ശേഷം കിടാരികളെ തുറന്നുവിടും. ആദ്യം പാൽ കുടിച്ച ശേഷം കരിമ്പ് ഭക്ഷിക്കുന്ന മാടാണ് അടുത്ത പട്ടത്തുമാടായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നീട് ഇത് ചാകുന്നതുവരെ മാടുകളുടെ രാജാവായും ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയായും അവരോധിക്കപ്പെടുന്നു. இந்த ப்ராசஸ் ஆரம்பிக்கும் போது பட்டத்து ராஜா எடுக்கும்போது அந்த கோயில் சார்ந்த அத்தனை காளைகளையுமே வெளியே விடுவாங்க. விடும்போது எல்லா காளைகளுமே வந்து நேராக போய் கரும்பை கடிக்கும். ஆனால் இங்கே ராஜாவாகக்கூடிய மையமே இருக்கக்கூடிய காளை மட்டும் நேராக போய் பாலை மோந்து பார்த்துட்டு அதை குடிச்சிட்டு அதுக்கப்புறம் வந்து கரும்பு சுவை அடிக்கும். இது வந்து நார்மலாக எல்லா மாடுகளுமே விட்டால் பச்சை புல் தான் சாப்பிட போகும். அந்த கடவுள் அனுகிரகம் இருக்கக்கூடிய காளை மட்டுமே அந்த பாலை சாப்பிட்டுட்டு அதுக்கப்புறம் போய் கரும்பு கடிக்கும். அந்த மாடு தான் இந்த கோயிலோட தெய்வம். இந்த கோயிலுக்கு மட்டும் இல்லை, இந்த தேனி ജില്ലയിൽ இருக்கக்கூடிய അത്തരം மக்களுக்குமே அந்த மாடு தான் தெய்வம். തൈപ്പൊങ്കൽ ദിനത്തിൽ ക്ഷേത്രത്തിലെ മുഴുവൻ വിശ്വാസികളും ഇവിടെ എത്തുമെന്നാണ് ആളുകൾ പറയുന്നത്.